അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോകളിൽ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് ഇതിൻ്റെ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് MCQ ഡിസ്കഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെയും നമ്മൾ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർജിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂൾ ഉണ്ട്. അതിൽ നമ്മൾ ഫോർജിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ഫോർജിങ് ഉപയോഗിക്കുന്ന ടൂൾസ്, ഫോർജിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, when bottom swage and top fuller are used together, then which of the following operation is done? ഓപ്ഷൻ എ വരുന്നത് ഡ്രോയിങ് ഔട്ട്, ഓപ്ഷൻ ബി വരുന്നത് ഹോളോയിങ്, ഓപ്ഷൻ സി വരുന്നത് ജമ്പിങ്, ഓപ്ഷൻ ഡി വരുന്നത് ബെൻഡിങ്. ക്വസ്റ്റ്യൻ എന്താണ്? ബോട്ടം സ്വേജും ടോപ്പ് ഫുള്ളറും ഒരേ സമയം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഏത് ഓപ്പറേഷനാണ് നടക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഏതാ ആൻസർ വരിക? ആൻസർ വരുന്നത് ഹോളോയിങ് ആണ്. ഓപ്ഷൻ ബി ആണ്, ഹോളോയിങ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കണ്ടെയ്ൻസ് 0% കാർബൺ? വിച്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കണ്ടെയ്ൻസ് 0% കാർബൺ? ഫെറൈറ്റ്, പേളൈറ്റ്, ഓസ്റ്റനൈറ്റ്, സിമെന്റൈറ്റ്. ഇതിൽ ഏതിലാണ് 0% ഓഫ് കാർബൺ ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫെറൈറ്റ് അല്ലേ? ഓപ്ഷൻ എ ഫെറൈറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫെറൈറ്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഫെറൈറ്റ് നോക്കാം. പിഗ് അയൺ ഓർ സ്റ്റീൽ വിത്ത് 0% കാർബൺ ഈസ് ഫെറൈറ്റ്, വിച്ച് ഈസ് റിലേറ്റീവ്ലി സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ബട്ട് കമ്പാരിറ്റീവ്ലി വീക്ക് അല്ലേ. സിമെന്റൈറ്റ്, എക്ടോയിഡ്, പേളൈറ്റ്, ഇതിന് മൂന്നിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമെന്റൈറ്റ് എന്താ നോക്കാം. വെൻ കാർബൺ എക്സിഡ്സ് ഇൻ സ്റ്റീൽ ആസ് എ കെമിക്കൽ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് കാർബൺ ഇറ്റ് ഈസ് കാൾഡ് അയൺ കാർബൈഡ് അല്ലെങ്കിൽ സിമെന്റൈറ്റ്. ദിസ് അലോയ് ഈസ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്. സിമെന്റൈറ്റ് വളരെ ഹാർഡാണ്, ബ്രിട്ടിലാണ്, ബട്ട് ഇത് ഒരിക്കലും നല്ല സ്ട്രോങ് അല്ല, ബ്രിട്ടിലാണ് അല്ലേ, പെട്ടെന്ന് പൊട്ടി പോകുന്നതാണ്. ദെൻ അടുത്ത് പേളൈറ്റ് ആണ്. പേളൈറ്റ് എന്ന് പറഞ്ഞാൽ 0.84% ഓഫ് കാർബൺ സ്റ്റീൽ ഓർ യൂക്ടറ്റോയിഡ് steel is known as pearlite steel. This is much stronger than ferrite or cementite. സിമെന്റൈറ്റിനേക്കാളും ഫെറൈറ്റിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും എന്ത്? പേളൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു, ഫെറൈറ്റ് പറഞ്ഞു, സിമെന്റൈറ്റ് പറഞ്ഞു, പേളൈറ്റ് പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, which is the most suitable place in the furnace to warm up the components? Which is the most suitable place in the furnace to warm up the components? Option A, top of the fire which is converted with a thin layer of coal. Top of the fire which is covered with a thin layer of coal. Option B പറയുന്നത് under the air spot from where the flame comes. Option C പറയുന്നത് near the air spot where the air comes straight at the component. Option D പറയുന്നത് away from the air spot and covered by a thick layer of coal from the above. ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ഇൻ ദ ഫർണസ് ടു വാം അപ്പ് ദി കമ്പോണൻസ്. മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ഓഫ് ഫർണസ് ടു വാം അപ്പ് ദി കമ്പോണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് ഓഫ് ദി ഫയർ വിച്ച് ഈസ് കവേർഡ് വിത്ത് എ തിൻ ലെയർ ആണോ, തിൻ ലെയർ ഓഫ് കോൾ ആണോ, എയർ സ്പോട്ട് ഫ്രം ദി ഫ്ലെയിം കംസ് ആണോ, നിയർ എയർ സ്പോട്ട് വേർ ദ എയർ കംസ് സ്ട്രേറ്റ് അറ്റ് ദി കമ്പോണൻസ് ആണോ, അവേ ഫ്രം ദി എയർ സ്പോട്ട് ആൻഡ് കവേർഡ് ബൈ തിക്ക് ലെയർ ഓഫ് കോൾ ആണോ? അതിൽ ഏതാണ് നല്ല ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്? എന്താണ് ഫർണസിൽ വാമപ്പ് കമ്പോണൻസ് വാമപ്പ് ചെയ്യാനുള്ള സ്പേസ് എന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അവേ ഫ്രം ദി എയർ സ്പോട്ട് ആൻഡ് കവേർഡ് ബൈ എ തിക്ക് ലെയർ ഓഫ് കോൾ ഫ്രം ദി എബോവ്. ദെൻ അടുത്തത്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാം നവംബർ 11-നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ് ദ സർഫസ് റിമെയിൻസ് ഫ്രീ ഫ്രം സ്കെയിൽസ്?
In which method of surface hardening the surface remains free from scales? Option A, night riding. Option B, case hardening. Option C, flame hardening. Option D, induction hardening. അപ്പോൾ 4 പറഞ്ഞിട്ടുണ്ട്. In which method of surface hardening the surface remains free from scales? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ് ആൻസർ വരിക അല്ലേ? ഓപ്ഷൻ ഡി, ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ് ആൻസർ വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ അപ്സെറ്റിംഗ്? വാട്ട് ഈസ് ദ ഓപ്പറേഷൻ അപ്സെറ്റിംഗ്? അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, മേക്കിംഗ് എ ഹോൾ ഇൻ ദ കമ്പോണന്റ്. ഓപ്ഷൻ ബി, എൻലാർജിങ് ദ ലെങ്ത് ദെയർബൈ റെഡ്യൂസിംഗ് ദ തിക്നെസ്. ഓപ്ഷൻ സി പറയുന്നത് പ്രോസസ് ബൈ വിച്ച് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ മെറ്റൽ പീസ് ഈസ് ഇൻക്രീസ്ഡ് വിത്ത് എ ഡിക്രീസ് ഇൻ ലെങ്ത്. ഓപ്ഷൻ ഡി പറയുന്നത് ഓപ്പറേഷൻ ഓഫ് എക്സ്റ്റെൻഡിങ് ദ മെറ്റൽ ഇൻ ആൾ ഡയറക്ഷൻസ്. അപ്പം ഇതിൽ ഏതാണ് അപ്സെറ്റിംഗ് എന്നുള്ള ഓപ്പറേഷൻ ചോദിക്കുന്നത്? ഫസ്റ്റ് എന്താ, മേക്കിംഗ് എ ഹോൾ ഇൻ ദ കമ്പോണന്റ്. ഒരു കമ്പോണന്റിൽ ഒരു ഹോൾ നിർമ്മിക്കുന്നതാണോ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്? രണ്ടാമത്തെ പറയുന്നത് എൻലാർജിങ് ദ ലെങ്ത് ദെയർ ബൈ റെഡ്യൂസിങ് ദ തിക്നെസ്. അതായത് തിക്നെസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ലെങ്ത് എൻലാർജ് വലുതാക്കുന്നതിനെയാണോ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി പറയുന്നത് എന്താ, പ്രോസസ് ബൈ വിച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെറ്റൽ പീസ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് വിത്ത് എ ഡിക്രീസ് ഓഫ് ലെങ്ത്. ലെങ്ത് ഡിക്രീസ് ചെയ്തുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനെയാണോ എന്ത് പറയുന്നത്? അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് എന്താ, മെറ്റലിന്റെ എല്ലാ ഡയറക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെ? ഒരു മെറ്റലിനെ എല്ലാ ഡയറക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണോ പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ? പ്രോസസ് ഓഫ് വിച്ച് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് മെറ്റൽ പീസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ് ഇൻ ലെങ്ത്. ലെങ്ത് ഡിക്രീസ് ചെയ്തുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ വലുതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അപ്സെറ്റിംഗ് അറിയാം. ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന പീസിലെ വർക്ക് പീസ്. ഇതാണ് ആദ്യം കൊടുക്കുന്ന വർക്ക് പീസ്. ഇതാണ് ഇതിൽ നമ്മൾ മുകളിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് കൊടുത്തിട്ട് അപ്സെറ്റ് ചെയ്തെടുക്കണം. അപ്സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായി? ലെങ്ത് എന്തായി? ഡിക്രീസ് ചെയ്തു. ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായി അല്ലെ? ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായി? ഇൻക്രീസ് ചെയ്തു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്സെറ്റിംഗ് എന്നുള്ള ഓപ്പറേഷൻ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, which heat treatment process increases the wear resistance of steel? Which heat treatment process increases the wear resistance of steel? Option A, annealing. Option B, tempering. Option C, hardening. Option D, നോർമലൈസിങ്. ഇതിൽ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലാണ് എന്ത് പറയുന്നത്? വിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടോ? ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന വിയർ റെസിസ്റ്റൻസ് ഏതിൻ്റെന്നാണ്? അപ്പൊ ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഹാർഡനിങ് ആണ് അല്ലെ? ഓപ്ഷൻ സി, ഹാർഡനിങ് ആണ്. ഹാർഡനിങ്ങിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു സ്റ്റീലിന്റെ വിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അടുത്ത്, വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് ആൻവിൽ യൂസ്ഡ് ഫോർ ജമ്പിങ് ആൻഡ് അപ്സെറ്റിംഗ് ഓഫ് മെറ്റൽ? വിച്ച് പാർട്ട് ഓഫ് ആൻവിൽ യൂസ്ഡ് ഫോർ ജമ്പിങ് ആൻഡ് അപ്സെറ്റിംഗ് ഓഫ് മെറ്റൽ? എ ബീക്ക്. ഓപ്ഷൻ എ ബീക്ക്. ഓപ്ഷൻ ബി ഫേസ്. ഓപ്ഷൻ സി അപ്സെറ്റിംഗ് ബ്ലോക്ക്. ഓപ്ഷൻ ഡി റൗണ്ട് ഹോൾ. 4 പാർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 4 പാർട്ടിൽ ഇതിൽ ഏതാണ് എന്തിന്? ജമ്പിങ് ആൻഡ് ജമ്പിങ് യൂസ്ഡ് ഫോർ ജമ്പിങ് ഓഫ് അപ്സെറ്റിംഗ് ഓഫ് മെറ്റൽ. ഏതാണ് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അപ്സെറ്റിംഗ് ബ്ലോക്ക് അല്ലെ? അപ്സെറ്റിംഗ് ബ്ലോക്ക് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ആൻവിൽ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ആൻവിലിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻവിലിന്റെ ഭാഗങ്ങൾ നോക്കുക. ആൻവിലിന്റെ ഏറ്റവും ഇവിടേക്ക് ഉള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ നോർമലി പറയാറുള്ളത് ബീക്ക് എന്നാണ്. അതിനുശേഷം നമുക്കൊരു ഫേസ് ഉണ്ടാവും അല്ലെ? നമുക്കൊരു കട്ടിംഗ് എഡ്ജ് പോലെ ഒരു ഫേസ് ഉണ്ട്. കട്ടിംഗ് ഫേസ് ആണ്. ഇതൊരു കട്ടിംഗ് ഫേസ് ആണ്. അതിനുശേഷം ഇവിടെ ഒരു നോർമൽ ഫേസ് ഉണ്ട്. പിന്നെ നമുക്ക് 2 ഹോൾ ഉണ്ട് അല്ലെ? ഒരു റൗണ്ടിലെ ഹോളും ഉണ്ട്, ഒരു സ്ക്വയറിലെ ഹോളും ഉണ്ടാകാറുണ്ട്. റൗണ്ടിലെ ഹോളിനെ നമ്മൾ പഞ്ചിങ് ഹോൾ എന്നും സ്ക്വയറിലെ ഹോളിന് നമ്മൾ ഹർഡി ഹോൾ എന്നാണ്. ഹർഡീസ് ഒക്കെ ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? ദെൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ടെയിൽ ഉണ്ട്, പിന്നെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിന്റെ ഈ ഭാഗത്തിന് ബേസിനെ പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ എന്താ പറയുക നോർമലി അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. അപ്പൊ നമുക്ക് ഈ ആൻവിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻവിലിന്റെ ഓരോ ഭാഗങ്ങളും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഫേസ് അല്ലെ? എന്താണ് ഫേസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഡൗൺ ആൻഡ് കട്ടിംഗ് ഓഫ് മെറ്റൽസ്. ഇവിടെ ഫേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫേസിന്റെ ഫേസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഡ്രോയിങ് ഡൗൺ ആൻഡ് കട്ടിംഗ് ഓഫ് മെറ്റൽസ്. രണ്ടാമത്തെ ബീക്കാണ് പറഞ്ഞത്. അടുത്ത ബീക്കാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് ആൻഡ് റൗണ്ടിങ് ഓപ്പറേഷൻസ്. ഇവിടെ നമ്മൾ ബെൻഡിങ് ഓപ്പറേഷൻസും റൗണ്ട് ചെയ്യാൻ ഓപ്പറേഷൻസിനൊക്കെ എവിടെ വെച്ചിട്ടാണ് ചെയ്യുക? ഈ ആൻവിലിന്റെ ബീക്കിൽ വെച്ചിട്ടാണ് ചെയ്യുക. ദെൻ അപ്സെറ്റിംഗ് ബ്ലോക്ക് നമ്മളിത് ഇവിടെ കണ്ടല്ലോ അല്ലെ? അപ്സെറ്റിംഗ് ബ്ലോക്ക് ഉണ്ട്. അപ്സെറ്റിംഗ് ബ്ലോക്ക് എന്തിനാ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അപ്സെറ്റിംഗ് ഓർ ജമ്പിംഗ് ഓഫ് മെറ്റൽസ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അപ്സെറ്റിംഗ് ഓർ ജമ്പിംഗ് ഓഫ് മെറ്റൽസ്.
Then next, hardy hole. Hardy hole it is used for inserting hardy and stakes. ഹർഡീസും അതേപോലെ സ്റ്റേക്കുകളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്, ആ ഒരു സ്ക്വയറിലുള്ള ഹർഡി ഹോൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ, ആൻവിലിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ റൗണ്ട് ഹോൾ ഉണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പഞ്ചിങ് ഹോൾസ് അല്ലെ, അതിന് പഞ്ചിങ് ഹോൾ തന്നെയാണ് നമ്മൾ പറയാറുള്ളത് റൗണ്ട് ഹോളിന്. അപ്പോൾ ഈ ഒരു ആൻവിലിന്റെ പാർട്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും പറയും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻവിൽസ് ഉണ്ട്, ആൻവിൽസിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോസസ് ഇഫ് ഹോട്ട് സ്റ്റീൽ ഈസ് കൂൾഡ് സ്ലോലി ആൻഡ് ദ ഓൾഡ് സ്ട്രക്ചർ ഈസ് റിട്ടേൺഡ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് ഫൈൻ ഗ്രെയിൻസ് ദാറ്റ് മേക്ക് ഇറ്റ് ഈസിലി മെഷീൻഡ്? ഓപ്ഷൻ എ അനീലിംഗ്, ഓപ്ഷൻ ബി ഹാർഡനിങ്, ഓപ്ഷൻ സി ടെമ്പറിംഗ്, ഓപ്ഷൻ ഡി നോർമലൈസിങ്. നമ്മളെ ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ട്രീറ്റ്മെന്റ് പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോർജിങ് എന്ന് വേണമെങ്കിലും പറയാം അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? അനീലിംഗ് ആണ് അല്ലേ, ഓപ്ഷൻ എ അനീലിംഗ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ഫോർജിങ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ? ലോ കാർബൺ സ്റ്റീലിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ അല്ലെ, ലോ കാർബൺ സ്റ്റീലിന്റെ അപ്രോക്സിമേറ്റ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് 900 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി പറയുന്നത് 1100, ഓപ്ഷൻ സി പറയുന്നത് 1300, ഓപ്ഷൻ ഡി പറയുന്നത് 1600. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 1300 അല്ലെ, 1300 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് വരുന്നത്, അതിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ലോ കാർബൺ സ്റ്റീൽ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റീലുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഹീറ്റിംഗ് ടെമ്പറേച്ചറും മെൽറ്റിംഗ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ വരുന്നത് 1300 ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ടു റിമൂവ് എക്സ്ട്രീം ബ്രിട്ടിൽനെസ് ആൻഡ് ഇൻഡ്യൂസ് ടഫ്നെസ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ് ഇൻ സ്റ്റീൽ? വാട്ട് ഈസ് ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്? ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് ഉപയോഗിക്കേണ്ടത്? റിമൂവ് എക്സ്ട്രീം ബ്രിട്ടിൽനെസ് ആൻഡ് ഇൻഡ്യൂസ് ടഫ്നെസ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ് ഇൻ സ്റ്റീൽ. ഓപ്ഷൻ എ ടെമ്പറിംഗ്, ഓപ്ഷൻ ബി അനീലിംഗ്, ഓപ്ഷൻ സി നോർമലൈസിംഗ്, ഓപ്ഷൻ ഡി ഹാർഡനിങ്. ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ടെമ്പറിംഗ് ആണ് ആൻസർ വരിക അല്ലെ, ഓപ്ഷൻ എ ടെമ്പറിംഗ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫിറ്ററിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ലൈവ് വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്